ഇറാൻ യുദ്ധം ഇപ്പോൾ ഭയാനകവും നിർണായകവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലും ആധുനിക എണ്ണ സാമ്രാജ്യത്തിന്റെ ഹൃദയമിടിപ്പുമായ ഓർഫൻ പേൾ എന്നറിയപ്പെടുന്ന നിർണായകമായ ഖാർഗ് ദ്വീപ് അമേരിക്കൻ വ്യോമസേന അതിശക്തമായ ആക്രമണത്തിലൂടെ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ആ ദ്വീപ് പൂർണ്ണമായും തീയിൽ മൂടി. പേർഷ്യൻ ഉൾക്കടലിലെ ഈ ചെറിയ പവിഴപ്പുറ്റു ദ്വീപ് ഇപ്പോൾ ഭീമാകാരമായ തീഗോളമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ B-52 ബോംബറുകൾ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ദ്വീപിന് നേരെ മണിക്കൂറുകളോളം ബോംബുകൾ വർഷിച്ചു. എണ്ണപ്പാടങ്ങളിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കമ്പനികളും കയറ്റുമതി ടെർമിനലുകളും ബോംബുകൾ മഴ പോലെ പെയ്തിറങ്ങി. ആയിരക്കണക്കിന് ടൺ എണ്ണ കത്തിയമരുന്ന പുകപടലങ്ങൾ കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും ദൃശ്യമാണ്. എന്താണ് ഈ ഓർഫൻ പേൾ? എന്തുകൊണ്ട് ഈ ആക്രമണം നിർണായകമായത്? യഥാർത്ഥത്തിൽ ഇറാന്റെ ഖാർഗ് ദ്വീപാണ് ഈ ആക്രമണത്തിന് ഇരയായത്. പേർഷ്യൻ ഉൾക്കടലിലെ വടക്ക് ഭാഗത്തുള്ള ദ്വീപാണ് ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രം. സാമ്പത്തിക നട്ടെല്ലാണിത്. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ദ്വീപ് വഴിയാണ്. പ്രതിവർഷം ഏതാണ്ട് 95 കോടി ബാരൽ എണ്ണയാണ് ഇവിടുന്ന് ലോക വിപണിയിലേക്ക് ഒഴുകുന്നത്. പ്രധാനമായും ചൈന, ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇവിടുന്ന് വരുന്നത് മുഴുവൻ. ഇതിൻ്റെ പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് പ്രശസ്തനായ ഇറാനിയൻ എഴുത്തുകാരനായ ജലാൽ അഹമ്മദ് ആണ് ഈ ഒറ്റപ്പെട്ട ദ്വീപിന് പേർഷ്യൻ ഉൾക്കടലിലെ ഓർഫൻ പേൾ, അനാഥ മുത്ത് എന്ന് വിശേഷിപ്പിച്ചത്. ആ ദ്വീപ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ അതിഭീകരത വിളിച്ചോതുന്ന മട്ടിൽ ഒരു തീഗോളമായി മാറി ലോകത്തിന്, ഏഷ്യൻ രാജ്യങ്ങൾക്ക് എല്ലാം വളരെ ഭീഷണിയായ രീതിയിലേക്ക് അന്തരീക്ഷ മലിനീകരണം വരെ സൃഷ്ടിച്ചുകൊണ്ട് ടൺ കണക്കിന് ക്രൂഡ് ഓയിൽ കത്തിയമരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.